ഇന്ന് കർത്താവിൻ്റെ കുരിശ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ ദുഃഖിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. സന്തോഷത്തിന്റെ സുദിനങ്ങളായിക്കൊണ്ട് മനുഷ്യവർഗത്തിന്റെ ജീവന് വേണ്ടിയിട്ടാണ് ദൈവം ആദമിനെയും ഹവ്വയെയും തൻ്റെ സന്തത സഹചാരികളായിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ തന്നെ ഇതിന് പല വ്യാഖ്യാനങ്ങൾ, അഡീഷൻസ് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങളും ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്ന അവസരത്തിൽ കേൾക്കുവാനിടയായിട്ടുള്ളത് നമ്മുടെ സഭ അല്ലെങ്കിൽ മറ്റുള്ള ചർച്ചസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അഡീഷനല്ല ഈ കേൾക്കുന്നത്. അത് മനസ്സിൽ തറപ്പിച്ചുകൊണ്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുവാനായിട്ട്. ആദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നത് ഹവ്വയല്ല. അതിനെക്കുറിച്ച് ഈ ചിന്തകർ പറയുന്നത് ആദ്യത്തെ സ്ത്രീ അവളുടെ പേര് ലിലിയത്ത് എന്നായിരുന്നു. ലിലിയത്തിനെയും ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ ഇതേ സമയത്ത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതുകൊണ്ട് ഇവരുടെ ജീവിതത്തിന് ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന അവസരത്തിൽ ഇവള് വഴക്കിട്ട് പോവുകയും ഇന്നത്തെ കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ കഥകൾ പോകുന്നത്. എന്നാൽ ഇത് വേദചിന്താപരമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റോറി ഈസ് പ്രിവലന്റ് എമംഗ് ദി തിയോളജിയൻസ്. അപ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇവരുടെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ പോകുന്നത് അടുത്ത സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചതായ അവസരത്തിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചില്ല, മനുഷ്യൻ്റെ വാരിയെല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. അപ്പം ആ സൃഷ്ടിയെ സംബന്ധിച്ച് ആദം പറയുന്നത് ഇവളെൻ്റെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമാകുന്നു. രണ്ടാമത് ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ദൈവം ഒരു നിയമം വച്ചിട്ടുണ്ട്. ഈ ദൈവ നിയമം അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചു പോവുകയാണെങ്കിൽ പലപ്പോഴും അവിടെ ശണ്ട ഉണ്ടാകില്ല. അവർ സന്തോഷപരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നത്, കൂട്ടുകാരായിട്ട് ജീവിക്കാനായിട്ട്. എന്നാൽ ഒരു ചോദ്യം നിങ്ങൾ സദാ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ഒന്നുകിൽ നിങ്ങൾ പറയും, എന്തിന് ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവായി കിട്ടി, അതല്ലെങ്കിൽ എന്തിന് ഈ സ്ത്രീയെ എനിക്ക് ഭാര്യയായിട്ട് തന്നു. സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമല്ലേ നമ്മൾ കാണുന്നത്. ജീവിതത്തെ ഏത് നിലയിൽ നോക്കിക്കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾ അച്ഛന്മാരൊക്കെ നിങ്ങളെ വിടുന്നതായ അവസരത്തിൽ പറയുന്നുണ്ട്, പുരുഷൻ സ്ത്രീയുടെ തലയാണ്. അതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. തലയായിട്ടിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ കഴുത്താനെങ്കിലേ അനങ്ങുള്ളൂ. നല്ല ചിന്താഗതിയാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണ്? പുരുഷൻ സ്ത്രീയുടെ തലയാണ്. അപ്പോൾ അവരെ ഒന്നിച്ച് സഹവർത്തിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. അടിമപ്പെടുത്തിയുള്ളതായ ഒരു ജീവിതമല്ല ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ചത്. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയതായ അവസരത്തിൽ അവര് പിശാചിന്റെ കീഴിലുള്ളതായ ഒരു അടിമത്ത ജീവിതത്തിലേക്കാണ് പോയത്. ആ അടിമത്ത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ ഭൂമിയിൽ അവതാരം ചെയ്തത്. ഈ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ നമ്മൾ വേറൊരു ഭാഗത്ത് കാണുന്നുണ്ട്. മോശ തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് പാലും തേനും ഒഴുകുന്നതായ രാജ്യത്തേക്കാണ് കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് വന്നത്. സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. എന്നാൽ അവരുടെ ജീവിതം സന്തോഷകരമായിരുന്നു. വരുന്ന വഴിക്കെല്ലാം നമുക്ക് മനുഷ്യ സ്വഭാവം കാണാം. ഏതെങ്കിലും ഒരു കാര്യത്തിന് കുറവ് സംഭവിക്കുന്നതായ അവസരത്തിൽ പിറുപിറുക്കുക എന്നുള്ളതായ ഒരു സ്വഭാവം ഇത് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നുവോ ഒരു കാര്യത്തിലും നമ്മൾ സംതൃപ്തരല്ല. ഈ രാജ്യത്ത് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ചിന്തിച്ച് എനിക്കൊരു വീട് വേണം, സ്വച്ഛമായി ജീവിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം, ആരുടെയും കൺട്രോളിലായിരിക്കില്ല ഞാൻ ജീവിക്കേണ്ടത്. കാരണം നാട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളൊക്കെ പറയേണ്ടത് കേൾക്കണ്ടേ, മറ്റുള്ള വീട്ടുകാർ പറയണത് കേൾക്കണം, നാട്ടുകാർ പറയണത് കേൾക്കണം. ഇതെല്ലാം വിട്ടിട്ട് വേറൊരു രാജ്യത്ത് വരുന്ന അവസരത്തിൽ എന്തോ ഒരു സന്തോഷമുള്ളതായ ഒരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. പാലും തേനും ഒഴുകുന്നതായ ഒരു രാജ്യത്തേക്ക്. ഇവിടെ വന്നു, വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു, ഞാനും നിങ്ങളും സംതൃപ്തരാണോ? അയലൊക്കത്തെ വീട്ടിലേക്ക് നോക്കുന്നതായ അവസരത്തിൽ അവരെന്നെ നടക്കുന്നു, ഭംഗിയായിട്ട് ജീവിക്കുന്നു. തൃപ്തിയില്ല, സന്തോഷമില്ലായ്മയാണ് ഇതിനെല്ലാം മൂല കാരണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവമഹത്വത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് യൂഹാനോൻ ആദ്യമേ പ്രവചിച്ചു, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അതിനുശേഷം അതേ സന്ദേശം തന്നെയാണ് കർത്താവ് നൽകുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാനസാന്തരം ആവശ്യമാണ്. അപ്പൊ ഈ മാനസാന്തരത്തിന് നമ്മൾ ഒരുക്കമല്ല. ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചിരിക്കണം എന്ന് സഭ കൽപ്പിക്കുന്നു. എത്ര പേര് ഈ കൽപ്പന കേട്ടിട്ടുണ്ട്? ഓക്കെ, സന്തോഷപ്രദമായി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം പോയി കുമ്പസാരിക്കുന്നുണ്ട്. ചില കുമ്പസാരങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കുമ്പസാര രഹസ്യമൊന്നും പുറത്തു പറയാൻ പാടില്ലെന്നുണ്ട്. എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചിലർ പറയും എൻ്റെ അച്ഛൻ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നെ തലയ്ക്ക് പിടിച്ച് ഇവിടുന്ന് അങ്ങ് വിട്ടാൽ മതി. നമ്മുടെ നാട്ടിൽ വളരെ രസകരമായി സംസാരിക്കുന്നതായ അച്ഛന്മാർ പറയും, കപ്പിയാരെ വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ, എടാ ആ മാതാവിൻ്റെ പടമെടുത്ത് മാറ്റിയിട്ട് ഇത് ഇവരുടെ ഒരു പടമെടുത്ത് അവിടെ കൊണ്ട് വെച്ചേ. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഒരു കാര്യത്തിലും നമുക്ക് പരിപൂർണ തൃപ്തിയില്ല. അപ്പം ആ തൃപ്തിയില്ലാത്ത സ്ഥാനത്ത് നിന്ന് മാറി ഒരു തൃപ്തിയുള്ളതായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ദൈവവുമായിട്ട് ഒന്നാകുന്ന ഒരു അറ്റോൺമെൻറ്റിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് അറ്റോൺമെൻറ്റ്? ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നായി തീരുന്നതായ ഒരവസ്ഥ.
ഒരു മൈൻഡിലേക്ക് വരുന്നതായ ഒരവസ്ഥ. ഒരു കുടുംബത്തിൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുമനപ്പെടുന്നതായ ഒരവസ്ഥ, അത് ദൈവികമായ അവസ്ഥയാണ്, ഏകോപനത്തിൻ്റെ ഒരവസ്ഥയാണ്. അങ്ങനെ വരുന്നതായ അവസരത്തിൽ ആ ഭവനത്തിൽ എന്ത് സംഭവിക്കും? സന്തോഷമുണ്ടാകും. പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് വീട്ടിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഈ സന്തോഷത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുവാനായിട്ട് സാധിക്കും? അപ്പം അതുകൊണ്ട് ഈ നല്ല വെള്ളിയാഴ്ച ദൈവവും മനുഷ്യനുമായി ഒന്നായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശിൽ മരിച്ചത്. അപ്പൊ ഈ മരണത്തിൻ്റെ അവസ്ഥ നമ്മൾ നോക്കുന്ന അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്നതായ ചില ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കർത്താവ് മരണപ്പെടുന്നത് എവിടെയാണ്? അവൻ കുരിശിലാണ് മരണപ്പെട്ടത്. മരത്തിലാണ് അവനെ തൂക്കിയത്. എന്തുകൊണ്ട് ഇവനെ കുരിശിൽ തൂക്കി? അവനല്ലാത്ത രീതിയിൽ കൊല്ലാമായിരുന്നല്ലോ. വാളുകൊണ്ട് വെട്ടിക്കൊല്ലാമായിരുന്നു, അടിച്ചു കൊല്ലാമായിരുന്നു, ഇടിച്ചു കൊല്ലാമായിരുന്നു. പല രീതിയിൽ ഈ മരണപ്പെടുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവനെ എന്തുകൊണ്ട് ഈ കുരിശിൽ തൂക്കി? ഇതിന് ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ പാരഡൈസ്. ഇവനെ എന്തുകൊണ്ട് പാരഡൈസിൽ നിന്ന് പുറത്താക്കി മനുഷ്യനെ? ഒറ്റ കാരണം, അവൻ തെറ്റ് ചെയ്തു. എന്താണ് അവൻ ചെയ്ത തെറ്റ്? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നുള്ളതായ ഫലം നീ കഴിക്കരുത് എന്ന് പറഞ്ഞു. അത് കഴിച്ചു. അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിക്കൊണ്ടാണ് ഈ കുരിശിനെ നമ്മൾ കാണുന്നത്. He stole from the tree. കർത്താവ് ആണി അടിക്കപ്പെട്ടത്. So everything started from there. And കർത്താവ് അവിടെ അതിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് അവനെ തന്നെയാണ്. അവനെ ആ കുരിശിൽ നമുക്ക് വേണ്ടിയിട്ട് ക്രൂശിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവൻ കുരിശുമരണം ഏറ്റു. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, നീ തെറ്റിൽ നിന്ന് മാറി നന്മയിലേക്ക് വരണം. ആ ഒരു ചേഞ്ച് ആവശ്യമാണ്. അതുകൊണ്ടാണ് വി ആർ ഗോയിങ് ബാക്ക് ടു ദ പാരഡൈസ് ടു സീ ദ ട്രീ ആൻഡ് ടു ബി ക്രൂസിഫൈഡ് ഓൺ ദ ട്രീ. എവിടെ നമ്മൾ അവസാനിപ്പിച്ചുവോ അവിടെ നമ്മൾ ഓരോരുത്തരും തുടങ്ങണം. രണ്ടാമത്, ഈ മരത്തെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഹവ്വ മരത്തിൽ നോക്കി, ഫലം കണ്ടു, നല്ലതെന്ന് അവൾക്ക് തോന്നി. അതിൽ നിന്ന് പറിച്ചു, അവൾ തിന്നു, ഭർത്താവിന് കൊടുത്തു, സന്തുഷ്ടമായി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മരത്തിൽ നിന്ന് പഠിച്ച്? കൈകൊണ്ട്. അതുകൊണ്ടാണ് കർത്താവിന് ഈ കയ്യാൽ ആണി തറച്ചത്. അന്ന് ആദമും ഹവ്വയും ചെയ്ത പാപത്തിൻ്റെ പ്രതിഫലമായി കൊണ്ട് ആണി തറയ്ക്കപ്പെട്ടു. വീണ്ടും കർത്താവിനെ നമുക്ക് നോക്കുന്ന അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവിൻ്റെ കാലിൽ ആണി തറയ്ക്കപ്പെട്ടു. എന്തിനാണ് ഈ കാലിൽ ആണി തറയ്ക്കപ്പെട്ടത്? ഈ ഹവ്വ നടന്നുപോയി ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നാണല്ലോ ഇത് പറിക്കുന്നത്. അപ്പോൾ അവൾ കാലുകൊണ്ട് ചെയ്തതായ
ആ തെറ്റിനുള്ളതായ ഒരു പ്രതിഫലം പോലെ കർത്താവിൻ്റെ കാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ടു. ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15 പറയുന്നു, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അതിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ് നാം ഇന്ന് കർത്താവിൻ്റെ കുരിശുമരണത്തിൽ ഈ കാൽ ആണി തറയ്ക്കപ്പെട്ടതായി വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇവൻ്റെ സൈഡിൽ കുരിശിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പായിക്കൊണ്ട് കുന്തം കൊണ്ട് കുത്തി അതിൽ കൂടി രക്തവും വെള്ളവും ഒഴുകി. എന്തുകൊണ്ടാണ് ദ സൈഡ് വാസ് പിയേഴ്സ്ഡ്? അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നതായ ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ആ ഹവ്വായുടെ സൃഷ്ടി മുഖാന്തരമായിട്ടാണ് പാപത്തിലേക്ക് നയിക്കപ്പെട്ടത്. അപ്പം അതിൻ്റെ ഓർമ്മ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഒരു സൈഡിൽ കുത്ത് ഏറ്റത്. ഈ കെയിം ഫ്രം ദ സൈഡ്. ദൈവവും മനുഷ്യനും ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്നായി തീരുന്നതിന് വേണ്ടിയിട്ട്, ഒരുമനപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ടു ബിക്കം വൺ ഇൻ മൈൻഡ്, ആ അറ്റോൺമെൻറ്റ് സാംശീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദുരിതം അനുഭവിച്ചത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ കുരിശിച്ചതായ അവസരത്തിൽ അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. എന്തിനാണ് ഈ മുൾക്കിരീടം വെച്ചത്? മുൾക്കിരീടം ഓഫ് കോഴ്സ് വി ഓൾ നോ ദി അതർ ഇൻ്റർപ്രിട്ടേഷൻ ഈസ്, അത് ഇവനെ മോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവൻ്റെ തലയിൽ ഒരു കിരീടം വയ്ക്കുന്നുണ്ട്. കിരീടം രാജകീയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഇവന് ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതായ അവസരത്തിൽ മുള്ളും പറക്കാലയും നിറഞ്ഞതായ ഭൂമിയിൽ ചവിട്ടി സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട്, ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ ഇറക്കിവിട്ടത്. ആ ഇറക്കിവിടലിൻ്റെ ഒരു കാഴ്ചയുടെ ഒരു ഭാഗമാണ് അത് ഇവന് മുൾക്കിരീടമായിട്ട് വയ്ക്കുന്നത്. thorn was placed on his head. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അവസരത്തിൽ ദിസ് വാസ് എ ഗ്രേറ്റ് മിസ്റ്ററി. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ഭൂമിയിൽ അവതാരം ചെയ്ത് കഷ്ടതകൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത്. ഇത് നമ്മൾ എന്തുമാത്രം ശാന്തതയോടും വിശ്വാസത്തോടും കൂടിയിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവ തിരുമുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? എൻ്റെ മനസ്സ് തിരിഞ്ഞുകൊണ്ട് ഈ ലോകം ഒരു സ്വർഗരാജ്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ്, അതിനൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കർത്താവിൻ്റെ സങ്കടത്തോട് കൂടെ നമ്മൾ ജീവിക്കുവാനായിട്ട് ഉള്ളതായ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ദേവാലയത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അപ്പം നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതായ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നാം ഇവിടെ ഇന്ന് ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മെ തന്നെ നമ്മൾ നയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്, കരുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.